ആ കർത്താവിനോടുകൂടെ നമുക്ക് അപേക്ഷിക്കാം. ഹല്ലേലൂയ. സത്യസുവിശേഷത്തിന്റെ മാനസാന്തരം ഈ രാത്രിയിൽ നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നു. ആമേൻ. വചനം കേട്ടിട്ട ആ വചനത്തിന് അടിസ്ഥാനമായി നീ ജീവിച്ചില്ല എങ്കിൽ ആ വചനത്തെയും ആ ദൈവത്തെ നീ തള്ളിപ്പറഞ്ഞാൽ നിന്നെയും അവൻ തള്ളിപ്പറയും. ഹല്ലേലൂയ. വേദനകളെന്നു തീരുമോ, കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ, കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ, കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ. എന്റെ കണ്ണുനീരുകളും എന്റെ വേദനകളും ഈ തിരുവചന ധ്യാനത്തിലൂടെ എന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ യേശുവിന്റെ ഉള്ളിലേക്ക് നീ അയക്കുകയും എന്റെ ഉള്ളം കൊണ്ടു എന്റെ ശരീരം കൊണ്ടു തിരുസന്നിധിയിൽ നിന്ന് അകന്നു പോയതായ വഴിയിൽ നിന്ന് തിരിച്ചു വരുവാനായി നിന്റെ ദൈവരാജ ദൈവത്തിനു വേണ്ടി പ്രാർത്ഥിപ്പാൻ യേശുവേ നീ എന്നെ സഹായിക്കുന്നതിനായി സ്തോത്രം. നേടിയതെല്ലാം മന്ദിരല്ലോ, പരദേശിയാണുലകിൽ ഇവിടുന്നു മന്ദിരല്ലോ, കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ. എന്റെ കണ്ണുനീരുകളെല്ലാം എന്ന് തോന്നി എന്റെ വേദനകളും എന്ന് മാറും. യേശുവേ, ഞാനിന്ന് തിരുസന്നിധിയിലായിരിക്കുന്നു. എന്റെ വേദനകൾ മാറുവാനായിട്ടപ്പാ, എന്റെ കണ്ണുനീരുകൾ മാറുവാനായിട്ടാണപ്പാ. ഹല്ലേലൂയ. ആ സർവശക്തനായിരിക്കുന്ന ക്രിസ്തുവിന്റെ കരങ്ങളിൽ ഇപ്പോൾ സമർപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, പരിശുദ്ധനായിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നമ്മുടെ മേൽ നമ്മുടെ മേൽ സർവശക്തനായിരിക്കുന്ന ശക്തി നമ്മുടെ മേലിപ്പോൾ അയക്കപ്പെടുന്നു. അവന്റെ ശക്തിയായി ശക്തിയായി ഇറങ്ങുന്നു. രക്ഷിക്കാ
നീ കണ്ണുനീരെന്നു മാറുമോ വേദനകളെന്നു തീരുമോ കണ്ണുനീരെന്നു മാറുമോ വേദനകളെന്നു തീരുമോ. ഹല്ലേലൂയ. എന്റെ കണ്ണുനീരുകളെല്ലാം മാറുവാൻ കർത്താവിനോട് അപേക്ഷിക്കാം. ഹല്ലേലൂയ. എന്റെ കണ്ണുനീരുകളെല്ലാം എന്റെ ശരീരത്തിൽ, എന്റെ ജീവിതത്തിൽ നിന്ന് മാറണം. ആമേൻ. കർത്താവിനോട് കൂടെ അപേക്ഷിക്കുക. നമ്മുടെ കണ്ണുനീരിന്റെ അവസ്ഥകൾ എന്തെന്ന് നമ്മളൊന്ന് ചോദിക്കുക. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീരിന്റെ അവസ്ഥകൾ എന്തെന്ന് നമ്മളൊന്ന് ചോദിക്കുക. യേശുവേ, ഞാൻ ഹൃദയം കൊണ്ട് തളരുന്നു. എന്റെ ശരീരവും മനസ്സുകൊണ്ട് ഞാനിത് തളരുന്നു. എനിക്ക് എങ്ങനെ നിലവിളിക്കണമെന്നറിയില്ല. എന്റെ ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ യേശുവേ എനിക്ക് എങ്ങനെ നിലവിളിക്കണമെന്നറിയില്ല. അപ്പാ, ഓ ആമേൻ. നിങ്ങളുടെ നിലവിളി ഉയരട്ടെ. സഹായിപ്പാൻ കഴിയില്ലാത്ത ഒരു മനുഷ്യൻ കുഴിയിലായി വീണിരിക്കുമ്പോൾ, ഓ രക്ഷയ്ക്ക് വേണ്ടി ആരുമില്ലല്ലോ എന്ന് നിലവിളിച്ച് കരയുന്നതായ വ്യക്തിയുടെ മുൻപിൽ, ഓ ആശ്വാസത്തിന്റെ കരം ഇതാ കർത്താവ് നീട്ടുന്നു. നമ്മുടെ മുൻപിൽ യേശു കർത്താവ് കരം നീട്ടുന്നു. മകനേ, മകളെ, നീ ജീവിച്ചിരിക്കേണ്ടതിന് എന്റെ വചനം നീ കേൾക്കുക. നീ ദീർഘായുസ്സോടുകൂടെ ആയിരിക്കേണ്ടതിന് എന്റെ വചനം നീ കേട്ട് അനുസരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. The Holy Spirit, the Holy Spirit. യേശു കർത്താവ് മലമേൽ കയറി, ആമേൻ, അവൻ ഏലിയാവിനോടും മോശയോടും കൂടെ സംസാരിക്കുന്നു. അവന്റെ ശരീരം ഒരു സ്വർഗദൂതനെ പോലെ വിളങ്ങി. ഭൂമിയിൽ ആർക്കും വെളുപ്പിക്കുവാൻ കഴിയാത്ത രീതിയിൽ അവന്റെ വസ്ത്രം വെണ്മയുള്ളതായിരുന്നു. ഹല്ലേലൂയ. ആ ദിവ്യ വെളിച്ചം, ആ വെണ്മയുടെ വെളിച്ചം ഇതാ ഈ സ്ഥലത്ത് ഇപ്പോൾ ഇതാ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. വെണ്മയുടെ വെളിച്ചം ഇപ്പോഴിതാ ഈ സ്ഥലത്ത് വ്യാപരിക്കുന്നു. The Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതാ ഇറങ്ങുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതാ ഇവിടെ ഇറങ്ങുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ശരീരത്തിന്റെ മേൽ ഇറങ്ങുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ അഗ്നിയായി ഇറങ്ങുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മുടെ മേൽ അഗ്നിയായി ഇതാ ഇറങ്ങുന്നു. ഓ ഹല്ലേലൂയ. നിന്റെ ശരീരത്തിലെ അശുദ്ധികളെ കഴുകുവാൻ, ബന്ധനങ്ങളെ അഴിക്കുവാൻ, രോഗത്തെ മാറ്റുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി അഗ്നിയായി ഇതാ ഇറങ്ങുന്നു. ഹല്ലേലൂയ. ഓ കർത്താവേ, അഗ്നി എന്റെ മേൽ ഇറക്കണം അപ്പാ. ആമേൻ. അഗ്നി എന്റെ മേൽ ഇറക്കണം. ഹല്ലേലൂയ. അഗ്നി എന്റെ മേൽ ഇറങ്ങുമ്പോൾ ഞാൻ രോഗവിമുക്തനായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ. രോഗസൗഖ്യത്തിനു വേണ്ടി അവന്റെ അഗ്നി എന്റെ മേൽ ഇറങ്ങുമ്പോൾ, ഹല്ലേലൂയ, ഭവനത്തിന്റെ വിടുതലിന് വേണ്ടി, ആമേൻ, നമ്മുടെ ജീവിതത്തിലെ രക്ഷയ്ക്ക് വേണ്ടി, ഓ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അതിശക്തിയായി നമ്മുടെ കരങ്ങളെ അടിച്ചു നമുക്ക് പാടാം. എനിക്ക് യേശു തരുന്ന വിടുതലിനെ ഓർത്ത് നമുക്ക് ആരാധിക്കാം. ആമേൻ. തിരുവചനത്തിലൂടെ എന്നെ സൗഖ്യമാക്കുന്നതിനെ ഓർത്ത് നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
സമാധാനവും ശക്തിയും നസ്രേനാകുന്ന യേശു എന്റെ മേൽ ഇതാ അയക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപ എന്റെ മേൽ വ്യാപരിക്കപ്പെടുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ദോഷവും ശാപവും എന്റെ ജീവിതത്തിൽ നിന്ന് മാറട്ടപ്പ. അവേ ദോഷവും ദോഷശക്തികളും എന്റെ ജീവിതത്തിൽ നിന്ന് മാറട്ടെ പിതാവേ. എല്ലാ ദോഷങ്ങളെയും എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നതിനായി സ്തോത്രമപ്പ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കണ്ട മിസ്സേരെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്സേരെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. പാദത്തിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, പാദത്തിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. ചെങ്കടലിൽ പിളർന്നു വഴി നടത്തും യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടലിൽ പിളർന്നു വഴി നടത്തും യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. എരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ. എരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ. ഇന്നു കണ്ട വിഷമേ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട വിഷമേ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. പാദത്തിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, പാദത്തിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. ആവിയാലും യാക്കോബിനും പാലിക്കയില്ല, രക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ആവിയാലും യാക്കോബിനും പാലിക്കയില്ല, രക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ഇന്നു കണ്ട വിഷമേ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട വിഷമേ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. പാദത്തിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, പാദത്തിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. Hallelujah. Hallelujah. The Holy Spirit. 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 Oh Jesus' name. Oh Jesus' name. Oh Jesus' name. The Holy Spirit. The Jesus' name. The Jesus' name. Oh Jesus'
നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ മേൽ അവന്റെ അഭിഷേക ശക്തി നമ്മുടെ മേൽ അഭിഷേകത്തിന്റെ ശക്തി ഇത് ചോദിക്കുന്നത് ഈ രാത്രി ചോദിക്കുന്നത് അവൻ നമുക്ക് തരട്ടെ ഈ രാത്രി ചോദിക്കുന്നത് അവൻ നമുക്ക് തരട്ടെ ഹല്ലേലൂയ സ്വർഗ്ഗം തുറക്കപ്പെടുന്നു ആ സ്വർഗ്ഗത്തിൽ ഉയർന്നതായ വെളിച്ചം വ്യാപരിക്കുന്നു ദൈവത്തിൻ സ്നേഹം മനോഹരമേ അത് ചിന്തയിലടക്കം രോഗാത്മാക്കൾ പുറത്തു വരട്ടെ രോഗാത്മാക്കൾ പുറത്തു വരട്ടെ ശരീരത്തിൽ വിളിക്കുന്ന രോഗാത്മാക്കൾ പുറത്തു വരട്ടെ രോഗാത്മാക്കൾ പുറത്തു വരട്ടെ രോഗാത്മാക്കൾ പുറത്തു വരട്ടെ ശാരീരിക ശക്തികൾ ശാരീരിക ശക്തികൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു പുറത്തു വരട്ടെ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ശാരീരിക ശക്തികൾ ഇപ്പോൾ പുറത്തു വരട്ടെ യേശുവിന്റെ നാമത്തിൽ ശാരീരിക ബന്ധനങ്ങൾ പുറത്തു വരട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങളുടെ മക്കളെ ബന്ധിച്ചിരിക്കുന്ന ശാപം പുറത്തു വരട്ടെ നിങ്ങളുടെ മക്കളെ തൊടുന്ന ശാപം പുറത്തു വരട്ടെ നിങ്ങളുടെ മക്കളെ തൊടുന്ന ശാപം പുറത്തു വരട്ടെ നമ്മുടെ മക്കളെ തൊടുന്ന ശാപം പുറത്തു വരട്ടെ ശാപത്തിൽ പുറത്തു വരട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ അഗ്നി വരട്ടെ യേശുവിന്റെ നാമത്തിൽ അഗ്നി ഉയരട്ടെ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അഗ്നിയാൽ ഉയരട്ടെ ഹല്ലേലൂയ 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 യേശുവിന്റെ കൃപ ആമേൻ ആമേൻ ദോഷവും ശാപവും എന്നെ മാറട്ടെ ദോഷവും ശാപവും എന്നെ മാറട്ടെ ദോഷവും ശാപവും എന്നെ മാറട്ടെ ഹല്ലേലൂയ ശാന്തി ശക്തികളെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു ഈ ശരീരത്തെ വിട്ട് പുറത്തു വാ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു ഈ ശരീരത്തെ വിട്ട് പുറത്തു വാ ഹല്ലേലൂയ ഹല്ലേലൂയ പുറത്തു വരട്ടെ ആത്മാക്കൾ പുറത്തു വരട്ടപ്പ ഞാനും എന്നേക്കും ജീവിക്കയാം ജീവിക്കും ഞാനും എന്നേക്കും ജീവിക്കയാം ഇനി കണ്ണ് എനിക്കെല്ലാം എന്റെ സുഖത്തെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു യേശു പരിശുദ്ധനായിരിക്കുന്നു പരലോകത്തിൽ യേശുവിന്റെ സകലരുടെ മേലും ഇതാ വ്യാപരിക്കപ്പെടുമ്പോൾ ലോകത്തിന്റെ ആത്മാക്കൾ പുറത്തു വരട്ടെ ലോകത്തിന്റെ ആത്മാക്കൾ പുറത്തു വരട്ടെ നിങ്ങളെ ബന്ധിക്കുന്ന രോഗമേധ നിങ്ങളെ ബന്ധിക്കുന്ന രോഗമേധ
അനേക സമയം നിനക്ക് ഒരു സ്ഥലത്തിൽ ഇരിക്കുവാൻ കഴിയാതെ നീ വേദനയോടുകൂടെ നീ ആയിരിക്കുന്നുവോ? ആമേൻ. നിന്റെ മേലിരിക്കുന്നതായ വേദന, ആമേൻ, നിന്റെ മേലിരിക്കുന്നതായ വേദന യേശു കർത്താവിന്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാപങ്ങളും രോഗങ്ങളും മാറട്ടെ, ശാപങ്ങളും രോഗങ്ങളും മാറട്ടെ. ആമേൻ. പരിശുദ്ധനായിരിക്കുന്ന യേശുവേ, ഈ മക്കളുടെ മേൽ എന്റെ ആത്മാവിന്റെ ശക്തിയെ നീ പോഴയച്ച് രോഗശാപങ്ങളെ നീ അകറ്റിയതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലർക്കും ഇരിക്കാം. വിശുദ്ധ വേദപുസ്തകം മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ ചില വാക്യത്തിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുചെല്ലാം. ആമേൻ. വ്യഭിചാരവും പാപവുമുള്ള തലമുറ കർത്താവിന്റെ വചനത്തെ അനുസരിക്കുകയില്ല. ഹല്ലേലൂയ. വ്യഭിചാരവും പാപവും ഉള്ള തലമുറ കർത്താവിന്റെ വചനത്തെ അനുസരിക്കുകയില്ല. ഹല്ലേലൂയ. രാപ്പകൽ തിരുവചനം കേട്ടാലും ശരി, ജീവിതകാലം മുഴുവനും നമ്മൾ ക്രൈസ്തവരെന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ അറിഞ്ഞവരായിരുന്നാലും ശരി, വിശുദ്ധ വചനം കേട്ടിട്ടും രൂപാന്തരമില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നശിച്ചു പോകും. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇവൻ പാപിയായ ഒരു മനുഷ്യനല്ലേ, ഇവൻ ദുഷ്ടനായ ഒരു മനുഷ്യനല്ലേ, ഈ മനുഷ്യന്റെ വാക്ക് നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല. ആമേൻ. തിരുവചനം ആര് സംസാരിക്കുന്നു എന്നല്ല, ആരുടെ നാമത്തിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ മുൻപോട്ടുള്ളതായ യാത്രയിൽ നമ്മൾ ചെയ്യുവാൻ പോകുന്ന പ്രവൃത്തികൾ ശരിയല്ല എന്ന് പറഞ്ഞ് നിന്നെ ഉണർത്തിക്കുന്നതായ ഒരു ആത്മാവുണ്ട്. അത് ദൈവാത്മാവ്. ഹല്ലേലൂയ. ഞാൻ തെറ്റ് ചെയ്യുവാനായി ഞാൻ മുൻപോട്ട് കടന്നു പോകുകയാണ്. ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ മുൻപോട്ട് കടന്നു പോകുമ്പോൾ ഒരുവൻ പറയുകയാണ്, നീ ചെയ്യുന്നതും നീ സംസാരിക്കുന്നതും നീ പ്രവർത്തിക്കുന്നതും ശരിയല്ല. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ തന്നിഷ്ടക്കാരനും അഹങ്കാരിയുമാണ് എങ്കിൽ അവന്റെ വചനം കേൾക്കാതെ നമ്മൾ എന്ത് ചെയ്യും? മുൻപോട്ട് പോകും. ഹല്ലേലൂയ. കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസം, ആമേൻ, ഞാനൊരു യാത്ര പോകുമ്പോൾ, യാത്രയുടെ മധ്യത്തിൽ ഞാൻ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ രണ്ട് ചിന്തയുണ്ട്. പോകണമോ പോകണ്ടയോ, പോകണമോ പോകണ്ടയോ. ഹല്ലേലൂയ. ഇത് മനസ്സിലിരിക്കുമ്പോഴും എനിക്ക് സ്വന്തമായി ഒരു തീരുമാനമെടുക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെ പോകുന്ന സമയത്തിൽ റോഡിൽ ഒരു ഭിക്ഷക്കാരൻ, ആമേൻ, എന്തൊക്കെ പുലമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും ഉറച്ചു ഒച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. ഈ വിളിച്ചു പറയുന്നതായ മനുഷ്യനെ കാണുവാൻ കുറെ ആൾക്കാർ ഇങ്ങനെ കൂടി നിൽപ്പുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും ഒരല്പസമയം ഈ മനുഷ്യനെ നോക്കിക്കൊണ്ട് നിന്നു. ഈ നോക്കിക്കൊണ്ട് നിൽക്കുന്നതായ സമയത്തിൽ ഈ പുള്ളിക്കാരൻ എന്തൊക്കെ വിളിച്ചു പറയുന്നതിന്റെ കൂട്ടത്തിൽ പറയുന്നു, നീ ചെയ്യുന്നതൊന്നും ശരിയല്ല, നിന്റെ ചിന്തകളെല്ലാം തെറ്റാണ്. ഇത്രയും പറഞ്ഞിട്ട് വീണ്ടും വേറെ എന്തോ കാര്യങ്ങളെല്ലാം പറയുവാൻ തുടങ്ങി. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഈ പുള്ളിക്കാരൻ പറഞ്ഞതായ വാക്ക് ഓടി വന്നു, നീ ചെയ്യുന്നതൊന്നും ശരിയല്ല, നിന്റെ ചിന്തകളെല്ലാം തെറ്റാണ്. ആമേൻ. ആ സ്ഥലത്തിൽ നിന്ന് ഞാൻ മടങ്ങി എൻ്റെ വീട്ടിലേക്ക് പോയി. ഒരുപക്ഷെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാമായിരുന്നു, റോഡിൽ ഒരു ഭിക്ഷക്കാരനാണ് വിളിച്ചു പറയുന്നത്, ഇവന്റെ വാക്ക് ആര് കേൾക്കും? ഹല്ലേലൂയ. ഞാന് അന്ന് ആ യാത്ര പോയിരുന്നു എങ്കിൽ എൻ്റെ ജീവിതത്തിൽ വൻ നഷ്ടങ്ങൾ വന്നേനെ. ഹല്ലേലൂയ. ആമേൻ. ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ പറയും, നീ ചെയ്യുന്നത് തെറ്റാണ്, നീ ചെയ്യുന്നത് ശരിയല്ല. എന്നാലും ഞാനെന്ന ഭാവം എന്നെ വിട്ട് മാറാത്തിടത്തോളം കാലം ദൈവരാജ്യത്തിന്റെ നീതിയും കർത്താവിന്റെ മഹത്വവും എനിക്ക് അനുഭവിച്ചു കഴിയുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ആമേൻ.
ചില വർഷത്തിന് മുൻപ് ഒരിക്കൽ നല്ല മഴയത്തിൽ ഞാൻ ഒരു സ്ഥലത്ത് ഇരിപ്പുണ്ട്, ഒരു പള്ളിയിലാണ് ഇരിപ്പുള്ളത്. ഈ മഴ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് മഴ നനഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്നത്. പള്ളിയിലെ പ്രോഗ്രാമുകളെല്ലാം കഴിഞ്ഞ് ഞാൻ മഴ നനഞ്ഞുകൊണ്ട് ഞാൻ പോകുന്ന വഴിയിൽ എൻ്റെ മനസ്സിൽ പറയുകയാണ്, നിന്റെ മുൻപിൽ മരണമുണ്ട്. എന്നോട് പറയുന്നു, നിന്റെ മുൻപിൽ മരണമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. ദൈവമേ, ഒരാപത്ത് വരാതെ വണ്ണം നീ കാത്തുകൊള്ളണം. ഹല്ലേലൂയ. ഈ മരണമുണ്ട് എന്ന് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ്, പോകുന്ന വഴിയിൽ ഒരു വൻ മരം ഒടിഞ്ഞ് വാഹനത്തിലും എൻ്റെ പുറത്തുകൂടെയും വീഴുന്ന് ഞാൻ മരിച്ചു പോകുന്നതായിട്ട് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു. മഞ്ചവിളാകം നമുക്കറിയാം, പാലിയോടിനടുത്ത് മഞ്ചവിളാകം, ആ സ്ഥലത്ത് ഞാൻ അതുവഴിയാണ് ഞാൻ കാരക്കുണത്തേക്ക് വരുന്നത്. അമ്മേ, മഞ്ചവിളാകം എത്തുന്നതിന് മുൻപ് എൻ്റെ ഒരു സുഹൃത്തിന്റെ വീടുണ്ട്, നല്ല നനഞ്ഞിട്ടുണ്ട്. അവനെ കണ്ടിട്ട് ഞാൻ വർഷങ്ങളായി. വരുന്ന വഴിയിൽ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, എന്തായാലും അവന്റെ വീട്ടിൽ ഒന്ന് കയറിയിട്ട് വരാം. അമ്മേ, വന്ന ഞാൻ വീണ്ടും കുറെ പുറകിലോട്ട് തിരിച്ചുപോയി അവന്റെ വീട്ടിൽ പോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞു, മഴയെല്ലാം തുറന്നു. അത് കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ വന്ന കാഴ്ച കണ്ടത്, ആമേൻ, ഒരു മരമൊടിഞ്ഞ് റോഡിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. അത് ലൈൻ കമ്പിയോടുകൂടെ വന്നു. അതിൻ്റെ അടിയിൽ ഒരു വണ്ടിയും കിടപ്പുണ്ട്. ആ വണ്ടിയിൽ വന്ന ആൾ എന്ത് ചെയ്തു? മരിച്ചുപോയി. ആമേൻ. ഇലക്ട്രിക് ഷോക്ക് അടിച്ച് മരിച്ചുപോയി. ഞാൻ അത്രയും ദൂരം വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ചിന്ത ഉണ്ടായിട്ടും ഞാൻ പിന്നെ കണ്ടുകളയാമെന്ന് വിചാരിച്ചു മടങ്ങി വന്നിരുന്നു എങ്കിൽ ആ സ്ഥലത്തിൽ ആ സമയത്തിൽ ഞാനായിരിക്കും അവിടെ ഇരിക്കേണ്ടതാ. ഹല്ലേലൂയ. എന്റെ മനസ്സിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വരുവാൻ പോകുന്നതായ ആപത്തുകളെയും അനർത്ഥങ്ങളെയും മുൻകൂട്ടി തിരുവചനത്തിലൂടെ ആത്മാവിന്റെ ശക്തിയാൽ അവൻ നിനക്ക് വെളിപ്പെടുത്തി തരും. വ്യഭിചാരമുള്ള തലമുറയെ കർത്താവിന്റെ വചനത്തിൽ നീ വിശ്വസിക്കുന്നില്ല എങ്കിൽ നമ്മുടെ അഹങ്കാരം, ഞാനെന്ന ഭാവം നമ്മെ നശിപ്പിച്ചു കളയും. ഹല്ലേലൂയ. നമ്മെ നശിപ്പിച്ചു കളയും. ആമേൻ. യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ചു കൊണ്ടുപോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിപ്പാൻ കഴിയാത്തവണ്ണം അവന്റെ വസ്ത്രം അത്യന്തം വെളിവായി തിളങ്ങി. ആമേൻ. വെളുപ്പായി തിളങ്ങി. ഹല്ലേലൂയ. കർത്താവായിരിക്കുന്ന ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടതായ വ്യക്തികളാണ് പത്രോസും യാക്കോബും യോഹന്നാനും. ഇവരുടെ കൂട്ടത്തിൽ അധികമായി കർത്താവിനെ വിശ്വസിക്കുന്നതും ഇവർ തന്നെയായിരുന്നു. അതുകൊണ്ട് താൻ ആരാണെന്ന് വെളിപ്പെടുത്തുവാനും തന്റെ മേൽ പരിവർത്തനം ചെയ്തതായ ശക്തിയെ വെളിപ്പെടുത്തുവാനും വേണ്ടി ഇവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഉയർന്നതായ ഒരു മലയുടെ മുകളിലേക്ക് കർത്താവ് പോയി. അവിടെ പോയിട്ട് തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ആമേൻ. വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ കർത്താവിന്റെ വസ്ത്രം ആമേൻ വെണ്മയുള്ളതായി ശോഭിക്കുവാൻ തുടങ്ങി. അത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ആ വസ്ത്രത്തെ വെളുപ്പിപ്പാൻ കഴിയുന്നതിലും അപ്പുറമായി അവന്റെ വസ്ത്രം ശോഭിച്ചു തുടങ്ങി. ആമേൻ. അപ്പോൾ അവന്റെ മുഖം സൂര്യപ്രഭ പോലെ ശോഭിച്ചു. അവന്റെ മുഖത്തു നോക്കുവാൻ പോലും അവർക്ക് കഴിയാത്തവണ്ണം പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേൽ, ആമേൻ, കർത്താവിന്റെ മേൽ വ്യാപരിച്ചു കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. കർത്താവ് അവരോട് പറയുന്നു, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം ഇത് ആരോടും കൂടെ നിങ്ങൾ ഇത് പറയരുത്, നിങ്ങൾ ഇത് രഹസ്യമായി വച്ചിരിക്കണം. അതിനുശേഷം കർത്താവ് അവരോട് പറയുന്നു, ആമേൻ, നമുക്ക് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. പത്രോസും യാക്കോബും യോഹന്നാനും മാറിയിരുന്നു. കർത്താവ് ഒരു സ്ഥലത്തിലിരുന്നു. ആമേൻ. അവിടെ ഇരുന്ന് അവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയതിനു ശേഷം കർത്താവിനെ ഒന്ന് നോക്കി, അല്പം മാറിയിരിക്കുന്ന കർത്താവിനെ ഒന്ന് നോക്കിയപ്പോൾ തനിക്ക് മുൻപ് മരിച്ചുപോയതായ പ്രവാചകന്മാരായ ആമേൻ ഏലിയാവിനെയും മോശയെയും കാണുവാൻ ഇടയായി. കർത്താവിനോടുകൂടെ അവർ സംസാരിക്കുന്നു.
ആമേൻ, സംസാരിക്കുമ്പോൾ അവരുടെ ചുറ്റും എന്തെന്നില്ലാത്ത ഒരു ദിവ്യ വെളിച്ചം പരിവർത്തനം ചെയ്തുകൊണ്ടേയിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു മേഘം വന്നിറങ്ങി. മേഘം മാറിയപ്പോഴത്തേക്കും കർത്താവിനെ അല്ലാതെ അവിടെ വേറെ ആരെയും കണ്ടില്ല. ഹല്ലേലൂയ. ആ മലമുകളിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗീയ ദൂതന്മാരുടെ ശക്തിയുടെ പ്രഭാകം ആമേൻ ശിഷ്യന്മാർ മനസ്സിലാക്കിയതുപോലെ ഈ രാത്രിയിൽ ഈ ദൈവാലയത്തിന്റെ നടുവിലിരുന്നു കൊണ്ട് ആമേൻ നമ്മൾ പ്രാർത്ഥിക്കപ്പെടുമ്പോൾ അന്ന് ശിഷ്യന്മാർ കണ്ടതുപോലുള്ള അതേ ദർശനത്തിന്റെ ആത്മാവ് ഈ രാത്രിയിൽ ഈ സ്ഥലത്ത് ഇറങ്ങും. ഹല്ലേലൂയ. ഈ സ്ഥലത്തിൽ ഇറങ്ങുക മാത്രമല്ല, അവൻ നിങ്ങൾക്ക് ദർശനവും തരുവാൻ പോകുന്നു. എന്താണ് ദർശനം? ആമേൻ, നിന്റെ ജീവിതത്തിൽ വരുവാൻ പോകുന്നതായ കഷ്ടതകളെ കുറിച്ച് നിനക്ക് ഉണർത്തിച്ചു തരും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ വരുവാനിരിക്കുന്ന ബന്ധനങ്ങളെ നമുക്ക് ഉണർത്തിച്ചു തരും. നമുക്ക് ഉണർത്തിച്ചു തരുമ്പോൾ ഞാനെന്ന ഭാവം, അഹങ്കാരം മാറ്റിവച്ച് കർത്താവിനോടുകൂടെ ആമേൻ വിളിച്ചപേക്ഷിച്ചാൽ സ്വർഗരാജ്യത്തിന്റെ ശക്തിയെ ആമേൻ അവൻ നമുക്ക് വെളിപ്പെടുത്തും. ആമേൻ. ആ ഭാഗത്തിൽ ഏലിയാവും മോശയും അവർക്ക് പ്രത്യക്ഷനായി യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. പത്രോസ് യേശുവിനോട്, റബി, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാകട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. താൻ എന്തു പറയേണ്ടു എന്ന് അവൻ അറിഞ്ഞില്ല. അവർ ഭയപരവശരായിരുന്നു. പിന്നെ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിനെന്ന് മേഘത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. പെട്ടെന്ന് അവർ ചുറ്റും നോക്കിയാറെ തങ്ങളോടുകൂടെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്ഥലത്തിരുന്ന് നമ്മൾ ഒരു മനസ്സോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവിന്റെ അഭിഷേകം മാത്രം നിങ്ങൾ ലക്ഷ്യം വയ്ക്കുക. ആ സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവിന്റെ മുൻപിലിരുന്ന വിടുതലിനു വേണ്ടി നമ്മൾ കരയുക. ഞാനെന്ന ഭാവം എന്നെയും എന്റെ കുടുംബത്തെയും നശിപ്പിക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വിട്ടുവീഴ്ച മനോഭാവമില്ല എങ്കിൽ, ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ വൻ വിനകൾ വരും. ഹല്ലേലൂയ. സർവശക്തനായിരിക്കുന്ന ക്രിസ്തുവിന്റെ മുൻപിൽ ഒന്നാമതായി എന്നെ തന്നെ താഴ്ത്തുക. നമ്മുടെ താഴ്ത്തുക. ഞാൻ ഒന്നുമല്ലാത്തവനാണ്. ഈ ഭൂമിയിലെ പൊടിക്ക് പോലും യോഗ്യതയില്ലാതെ ഇരിക്കുന്ന എന്നെ, ആമേൻ, കർത്താവിന്റെ സൃഷ്ടികളിൽ ഒന്നായ പൊടിക്ക് പോലും ഞാൻ യോഗ്യതയുള്ളവനല്ല. ആ യോഗ്യതയില്ലാതെ ഇരിക്കുന്ന ഞാൻ നിങ്ങൾ കാണിക്കുന്നതായ ചില പ്രവൃത്തികൾ സർവശക്തനായിരിക്കുന്ന ക്രിസ്തു കണ്ട് എന്നെ ഓർത്തു വേദനപ്പെടുന്നു. ആമേൻ. മനുഷ്യ ജന്മമായിരിക്കുന്ന നമ്മെ ഓർത്ത് കർത്താവ് സ്വർഗത്തിലിരുന്ന് വേദനിക്കുന്നു. ഈ ജനം തിരുവചനം കേട്ടിട്ടും മാനസാന്തരപ്പെടുന്നില്ലല്ലോ എന്ന്. ഹല്ലേലൂയ. ഈ ജനം തിരുവചനം കേട്ടിട്ടും മാനസാന്തരപ്പെടുന്നില്ലല്ലോ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഈ സ്ഥലത്തിൽ ഇരുന്ന് നമ്മൾ ഇന്ന് ദൈവവചനം കേൾക്കുന്നു. എത്രയോ പേർ ഇവിടെ ഇരിക്കാതെ ദൂരങ്ങളിൽ മറഞ്ഞിരുന്ന് തിരുവചനം കേൾക്കുന്നു. ഹല്ലേലൂയ. ഏതു സ്ഥലത്തിരിക്കുന്നു എന്നല്ല, വിശ്വാസത്തോടുകൂടെ തിരുവചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ രൂപാന്തരമുണ്ടാകും. ആ രൂപാന്തരം ആര് പറയുന്നു എന്നല്ല, ആമേൻ, ആരുടെ നാമത്തിൽ പറയുന്നു എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ആമേൻ. ആ വചനത്തെ തിരസ്കരിക്കുന്നവൻ, ആമേൻ, ഈ ഭൂമിയിൽ ന്യായവിധി അനുഭവിക്കേണ്ടി വരും. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും മരിച്ചതിനു ശേഷമാണ് ന്യായവിധി എന്ന്.
ഇല്ല. നമ്മൾ ചെയ്യുന്നതിന്റെ പ്രവൃത്തി ഇവിടെ കിടന്ന് അനുഭവിക്കാതെ പോകത്തില്ല. ഇവിടെ കിടന്ന് അനുഭവിക്കാതെ പോകത്തില്ല. നമ്മൾ ചെയ്തതായ പ്രവൃത്തികളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ഇനി കഷ്ടതയായി വരാതിരിക്കണമെങ്കിൽ കർത്താവിനോടുകൂടെ മാപ്പ് പറഞ്ഞ് അപേക്ഷിച്ച് കരഞ്ഞ ഒരു പുതിയ മനുഷ്യനായി തീരണം. പക്ഷേ ഞാനെന്ന ഭാവം അതിനെന്ത് ചെയ്യുന്നില്ല, സമ്മതിക്കുന്നില്ല. ഞാനെന്ന ഭാവം നിന്റെ ഉള്ളിൽ നിൽക്കുന്നിടത്തോളം കാലം എനിക്കോ എന്റെ കുടുംബത്തിനോ എന്റെ മക്കൾക്കോ എന്റെ സമൂഹത്തിനോ ഒരു നന്മയും ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. ഞാനെന്ന പാപം മാറ്റിക്കളയുക. നമ്മുടെ ജീവിതത്തിൽ സമാധാനം വേണമോ, സന്തോഷം വേണമോ, അനുഗ്രഹം വേണമോ, ഞാനെന്ന ഭാവത്തെ മാറ്റുക. ഞാനെന്ന ഭാവത്തെ മാറ്റുക. അപ്പോൾ കർത്താവിന്റെ ഭാവം എന്റെ ഉള്ളിൽ കടന്നു വരികയും വെണ്മയെ പോലെ കണ്ടതായ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നെ വലയം ചെയ്യും. വലയം ചെയ്യുക മാത്രമല്ല, ആ വെളിച്ചം എന്റെ ജീവിതത്തിലെ സകല അശുദ്ധികളെയും പുറത്താക്കും. ഹല്ലേലൂയ. എന്റെ കുടുംബത്തിലെ സകല അശുദ്ധികളെയും പുറത്താക്കും. അപ്പോൾ ആമേൻ പത്രോസ് പറയുന്നു, അല്ലയോ റബി, ഇവിടെ 3 കുടിലുണ്ടാക്കട്ടെ. ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും, ഒന്ന് അങ്ങേക്കും കുടിലുണ്ടാക്കട്ടെ. ഹല്ലേലൂയ. ആ സന്തോഷം ആമേൻ പത്രോസ് മനസ്സിലാക്കിയിട്ടാണ് ആമേൻ അവർ ഇരുന്ന് സന്തോഷിക്കട്ടെ എന്ന് കരുതിയിട്ട ആമേൻ കുടിലുണ്ടാക്കുവാനായി ആഗ്രഹിക്കുന്നു. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ നിങ്ങൾ ചെവി കൊടുപ്പീൻ. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു മേഘമിറങ്ങി. ആ മേഘം മാറ്റപ്പെട്ടപ്പോൾ യേശുവിനെ അല്ലാതെ അവിടെ ആരെയും കണ്ടില്ല. ഈ തിരുവചനം കേൾക്കുമ്പോൾ യേശു നിങ്ങളോടുകൂടെ സംസാരിക്കും. ആമേൻ. യേശു നിങ്ങളോടുകൂടെ ഈ നിമിഷം സംസാരിക്കുന്നു എങ്കിൽ നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചപ്പോൾ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞാനെന്ന ഭാവം എന്റെ ജീവിതത്തിൽ നിന്ന് മാറണം. ഹല്ലേലൂയ. ഞാനെന്ന ഭാവം എന്റെ ജീവിതത്തിൽ നിന്ന് മാറണം. ആമേൻ. എന്റെ ചില പ്രവൃത്തി, ഈഗോ, എന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ നന്മ വരുവാൻ തടസ്സമായിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിന്റെ ജീവിത സാഹചര്യത്തെ അല്ല നോക്കുന്നത്. കർത്താവ് നമ്മുടെ പ്രവൃത്തികളെ അവൻ നോക്കുന്നു. ഹല്ലേലൂയ. ഞാൻ വഴക്കാളിയാണ് എങ്കിൽ, ഞാൻ അഹങ്കാരിയാണ് എങ്കിൽ, ഞാൻ ഒരിടവും താഴാത്തവനാണ് എങ്കിൽ എന്റെ മുൻപിൽ ആരും താഴുകയില്ല, നമ്മെ സ്നേഹിക്കുകയുമില്ല. അമ്മേ, നാം നമ്മെ തന്നെ സമ്പൂർണമായി താഴ്ത്തുമ്പോൾ സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവ് നിന്നിലൂടെ നിന്റെ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് വെളിപ്പെടുത്തി കൊടുക്കും. ഹല്ലേലൂയ. 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 എന്റെ സ്നേഹം എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. ആമേൻ. എന്റെ സ്നേഹം എന്റെ ഭാര്യയ്ക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. എന്റെ സ്നേഹം എന്റെ ഭർത്താവിന് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. എന്റെ സ്നേഹം എന്റെ മക്കളെടുത്ത് എന്റെ മക്കൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. പ്രകടിപ്പിക്കുവാൻ കഴിയാത്ത സ്നേഹം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഹല്ലേലൂയ. ആമേൻ. ഞാനെന്ന ഭാവം മാറുവാൻ കർത്താവിനോടുകൂടെ നമുക്ക് അപേക്ഷിക്കാം. ഹല്ലേലൂയ. ഞാനെന്ന ഭാവം മാറുവാൻ കർത്താവിനോടുകൂടെ അപേക്ഷിക്കാം. Hallelujah.
പിതാവേ, നിന്റെ നീതിയും രാജ്യവും എന്റെ അടുക്കലേക്ക് നീ അയക്കണമേ അപ്പാ. എനിക്ക് പരസ്പരം ക്ഷമിക്കുവാൻ, പിതാവ് പരസ്പരം പൊറുക്കുവാൻ എന്റെ ആത്മാവിന്റെ ശക്തിയെ നീ എനിക്ക് തരണമേ. പലപ്പോഴും വഴക്കാളിയായി മാറുന്നു. ഈ ലോകം എന്റെ ജീവിതത്തിലെ ഈ ലോകം മുഴുവനും എന്റെ സ്നേഹമെല്ലാം നഷ്ടമായി പോകുന്നു. നിന്റെ സ്നേഹം ഞാൻ രുചിച്ചറിയുവാൻ നാമം സ്തുതിക്കുമ്പോൾ സ്നേഹം ഞാൻ രുചിച്ചറിയുവാൻ എന്നെ സഹായിക്കും. എന്റെ ഉയരിന്റെ വീടായ ദൈവമേ, പരിശുദ്ധ പിതാവേ, എന്റെ ജീവിതത്തിൽ ഒരു പുതിയ മനുഷ്യനായി തീരുവാൻ ഞാനെന്ന ഭാവം മാറ്റണമേ. എന്റെ ജീവിതത്തിൽ അഹങ്കാരത്തെ നീ മാറ്റണമേ. പിതാവേ, മറ്റുള്ളവരോട് താഴുവാനും ക്ഷമിക്കുവാനുമുള്ള കൃപ നീ എനിക്ക് തരണമേ. ദൈവരാജ്യം എന്റെ ഇടയിൽ വരുവാൻ തക്കവണ്ണം എന്നെ നീ ശക്തീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരുമായി മലയുടെ മുകളിൽ നിന്നും താഴെ ഇറങ്ങുമ്പോൾ ഊമനായ ആത്മാവുള്ള ഒരു വ്യക്തിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നു. യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ തന്നെ ആ ഊമനായ ആത്മാവ് അവനെ കണ്ട മാത്രയിൽ തന്നെ അവനെ വിട്ട് പുറത്തു പോകുവാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ. 17-ാം വാക്യത്തിൽ, ഊമനായ ആത്മാവുള്ള എന്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ച് പല്ല് കടിച്ച് വരണ്ടു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിയുന്നില്ല എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, വിശ്വാസമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും. അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ചു. അവനെ നിലത്തു വീണു നുരച്ചുരുണ്ടു. ഇത് അവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവന്റെ അപ്പനോട് ചോദിച്ചു. ഹല്ലേലൂയ. അശുദ്ധാത്മാവ് ഉള്ളതായ ഒരു വ്യക്തിയുടെ മേൽ നിന്ന് അശുദ്ധാത്മാവ് പുറത്തു വരുമ്പോൾ, ആമേൻ, അവന്റെ ശരീരത്തിൽ നിന്നും അത് പുറത്തു വരുമ്പോൾ അവൻ വീണിരിക്കും. വീഴുക മാത്രമല്ല, അവനെ നുരപ്പിക്കും. ആ നുരപ്പിക്കുക മാത്രമല്ല, അവനെ ഛർദ്ദിപ്പിക്കും. അതിനുശേഷം അവന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കും. എത്രത്തോളം അവനെ ദണ്ഡിപ്പിക്കുവാൻ പറ്റുമോ അത്രത്തോളം അവനെ ദണ്ഡിപ്പിക്കും. എത്രത്തോളം അവന്റെ ശരീരത്തെ ആ സമയത്തിൽ കഷ്ടപ്പെടുത്തുവാൻ പറ്റുമോ അത്രത്തോളം അവനെ കഷ്ടപ്പെടുത്തും. ആ കഷ്ടപ്പെടുത്തുന്നതായ സമയത്തിൽ ആ ശരീരത്തിന് വരുന്നതായ വേദന, ബന്ധന ശക്തികൾക്ക് മനസ്സിലാക്കുവാൻ കഴിയില്ല. പക്ഷേ ആ ശരീരം വിട്ടു പോയതിനു ശേഷമാണ് ആ ശരീരത്തിന്റെ വേദന ആ വ്യക്തികൾ മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ദിവസത്തിന് മുൻപ് നമ്മളിവിടെ ഉപവാസ പ്രാർത്ഥന തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ 6 മണിക്ക് ഞാൻ ഇതുപോലെ തിരുവചനം നിൽക്കുമ്പോൾ എന്റെ മൊബൈൽ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിനകത്ത് എന്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഫോൺ വിളിച്ചിട്ടേയിരുന്നു.
ഇവിടുത്തെ ആരാധനയെല്ലാം കഴിയുമ്പോൾ അവൻ വിളിക്കുന്നു, അണ്ണാ ഞങ്ങൾ കാട്ടാക്കട കഴിഞ്ഞു, അണ്ണൻ അവിടെ ഉണ്ടോ? ആമേൻ. ഞാൻ പറഞ്ഞു, ഞാൻ ആ സ്ഥലത്തുണ്ട്. ഹല്ലേലൂയ. എൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല, ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. അതാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മൾ ആരാധിക്കുമ്പോൾ ആത്മാവ് ഇളകും, അവിടെ നുരപ്പിക്കുവാൻ തുടങ്ങും. അവന്റെ ഭവനത്തിൽ, ഈ സ്ഥലത്തിൽ ആരാധന തുടങ്ങുമ്പോൾ അവിടെ ഒന്ന് ഇളകി മറിയുവാൻ തുടങ്ങി. ആമേൻ. ഇവിടെ ബന്ധനങ്ങളെ ശാസിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഭവനത്തിൽ ഇളകുവാൻ തുടങ്ങി. ഹല്ലേലൂയ. കാറോടിച്ച് ഏകദേശം 55 കിലോമീറ്റർ ഇവിടെ കൊണ്ടുവന്നു. ആമേൻ. ഇവിടെ കൊണ്ടുവന്ന് പുറത്തു നിർത്തുമ്പോൾ അവിടെ നിന്ന് കയറാനായിട്ട് മടിയാണ്. ആമേൻ. വരുന്ന വഴിയിൽ തിരിച്ചു പോകാം, അവിടെ പോയാൽ എന്റെ ജീവിതം നശിച്ചു പോകും. ആമേൻ. ഹല്ലേലൂയ. രാത്രി ഇവിടെ നിന്ന് അവർ തിരിച്ചു പോകുമ്പോൾ രാത്രി 1:15 മണി കഴിഞ്ഞു. യേശുവിന്റെ നാമത്തിൽ. എന്തുകൊണ്ട് ഞാനിത് പറയുന്നു? ഇവിടെ അനേകർ പൈശാചിക ശക്തികളിലൂടെ ആമേൻ ആരാധനയുടെ നടുവിലും പ്രാർത്ഥനയുടെ നടുവിലും ഇവിടെ വീഴുമ്പോൾ അവർ കാണിക്കുന്നതായ ചേഷ്ടകളെ കണ്ട ആമേൻ കാണികളായിരിക്കുന്ന നമ്മൾ പലപ്പോഴും പൊട്ടിച്ചിരിക്കാറുണ്ട്. ആമേൻ. ചിലർ പരിഹസിക്കാറുണ്ട്. ഹല്ലേലൂയ. ചിലർ അതിനെ ഒന്ന് വീണ്ടും അഭിനയിച്ചു കാണിക്കാറുണ്ട്. ഹല്ലേലൂയ. ചിലർ വീണ്ടും കോഷ്ടികളിലൂടെ അവർ പരിഹസിക്കാറുണ്ട്. ആമേൻ. ദൈവാത്മാവ് നിന്റെ ഉള്ളിലില്ല എങ്കിൽ ആമേൻ ദണ്ഡനത്തിന്റെ ഭാഗമായി നിന്റെ ഉള്ളിനെ കുരുളു കോരിപ്പിക്കുന്ന ബന്ധനം മേധോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില ദിവസത്തിന് മുൻപ്, ചില വർഷത്തിന് മുൻപ് ഞാൻ ഒരു സ്ഥലത്തിൽ ആമേൻ നമ്മുടെ പുന്നാഞ്ചുണ്ടില് നമ്മുടെ കുണ്ടാളംകുഴി ഗ്രൗണ്ടിൽ കൺവെൻഷൻ കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ആമേൻ. എല്ലാ പേർക്കും പ്രാർത്ഥിക്കുമ്പോൾ ഈ പെൺകുട്ടി ഭയങ്കര ചിരിയാണ്, അട്ടഹസിച്ച് ചിരിക്കുകയാണ്. ആമേൻ. മുഖം മൂടി വെച്ച് ചിരിക്കുകയാണ്. ആമേൻ. എല്ലാ പേർക്കും പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. അപ്പോഴേ എന്റെ ഉള്ളിൽ പറഞ്ഞു, അശുദ്ധാത്മാവേ, ആമേൻ ആമേൻ, എന്റെ മുൻപിൽ നീ വരും. ഹല്ലേലൂയ. എല്ലാം കഴിഞ്ഞു. പ്രാർത്ഥന തീരാറായപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി മുൻപിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. നസ്രയനായിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഒന്ന് കൈവച്ചതേ ഉള്ളൂ, തറയിൽ വീണു. ആമേൻ ആമേൻ. ഇന്ന് പലപ്പോഴും നമ്മുടെ ഇവിടെ പൈശാചിക ശക്തികൾ ഇളകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആൾക്കാർ അവരെ നോക്കിക്കൊണ്ടിരിക്കും. തങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ പ്രവാഹം ഇവിടെ വ്യാപരിച്ചു കൊണ്ടേയിരിക്കുന്നു. ആമേൻ. തങ്ങൾക്കുള്ള വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാതെ ആമേൻ ബന്ധന ശക്തികൾ നോക്കി ചിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇവിടത്തെ കാര്യം പറഞ്ഞത് ചില സ്ഥലങ്ങളിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ആമേൻ. അപ്പോൾ ആ ശരീരത്തിന്റെ മേൽ ദുരാത്മാവ് ഇളകുമ്പോൾ ആ ശരീരത്തെ ഒന്ന് ഇളക്കും. അവനെ തറയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടും, ദണ്ഡിപ്പിക്കും. എത്രത്തോളം വേദന കൊടുക്കുവാൻ പറ്റുമോ അത്രത്തോളം കൊടുക്കും. അത് മാത്രമല്ല, അവനെ നുരപ്പിച്ച് പതപ്പിച്ച് അവനെ ഛർദ്ദിപ്പിക്കും. അതിനുശേഷം വല്ലാത്ത കഷ്ടതയിലാക്കിയതിനു ശേഷം മാത്രമേ ആ ശരീരം വിട്ട ബന്ധനം ഇറങ്ങുകയുള്ളൂ. ഹല്ലേലൂയ. ആ സമയത്തിൽ അശുദ്ധാത്മാവിന്റെ ശക്തിയുടെ പ്രവാഹങ്ങൾ ആരാണോ നിരുത്സാഹത്തോടുകൂടെ ഇരിക്കുന്നത് അവന്റെ ഉള്ളിലേക്ക് അത് പ്രവേശിക്കും. അത് അവൻ പോലും അറിയത്തില്ല. ആമേൻ. എന്തുകൊണ്ടാണ് ഒരിക്കൽ കയറിയ ശരീരത്തിൽ വീണ്ടും അശുദ്ധാത്മാവ് കയറുന്നത്? നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവ് വേണം. അത് ദൈവത്തിന്റെ ആത്മാവായിരിക്കണം. ദൈവത്തിന്റെ ആത്മാവില്ലാത്ത സ്ഥലത്ത് എന്ത് ചെയ്യും? അശുദ്ധാത്മാവ് കയറും. അശുദ്ധാത്മാവ് എന്റെ ശരീരം വിട്ട് പുറത്തു പോയതിനു ശേഷം പിന്നെ എന്റെ ഉള്ളിൽ ആര് വേണം? ദൈവത്തിന്റെ ആത്മാവ് വേണം. ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ കടന്നു വരും. ആ സമയത്തിൽ ഞാൻ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ഞാൻ ഇവിടം വിട്ടു പോകും. ചില സമയങ്ങൾ കഴിയുമ്പോഴത്തേക്കും എന്റെ ഉള്ളിൽ ഒരു ഭയം, ഇത് പോയോ ഇല്ലയോ, വീണ്ടും വരുമോ ഇല്ലയോ. ഈ ഭയം വരുമ്പോൾ എന്ത് ചെയ്യും? ആമേൻ. നിന്റെ ഉള്ളിൽ സംശയിച്ച് നിന്റെ പുറത്തിരിക്കുന്നവൻ പറയും, ഞാൻ പോയിട്ടില്ല, ഇതാ അങ്ങ് വരുന്നു.
ആമേൻ. അവിശ്വാസം വന്നപ്പോൾ കർത്താവിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ നിന്നൊന്ന് മാറി. ആമേൻ. അവിശ്വാസത്തിന്റെ ആത്മാവ് എന്റെ ശരീരത്തിനുള്ളിലേക്ക് അങ്ങ് പ്രവേശിച്ചു. ആമേൻ. വിശ്വസിക്കുക, എന്നെ വിട്ട് പുറത്തു പോയതായ ദുരാത്മാവ് ഇനി എന്നെയോ എന്റെ ഭവനത്തെയോ തൊടുകയില്ല. ഹല്ലേലൂയ. എന്നെയോ എന്റെ ഭവനത്തെയോ തൊടുകയില്ല. ഹല്ലേലൂയ. ആമേൻ. ആ ഭൂതം, ചെകിടനായിരുന്ന ഊമനായിരുന്നതായ ഭൂതം അവന്റെ ശരീരം വിട്ടു പോയപ്പോൾ അവൻ സുബോധത്തോടുകൂടെ സംസാരിക്കുവാൻ തുടങ്ങി. ഇത് നടക്കുമോ ഇല്ലയോ? ഹല്ലേലൂയ. ഇത് നടക്കുമോ ഇല്ലയോ? ആമേൻ. നമ്മുടെ മേലിരിക്കുന്നതായ രോഗം അശുദ്ധാത്മാവിനാൽ കടന്നു വന്നതോ? ഏത് രോഗമാകട്ടോ, ഏത് രോഗമാകട്ടോ, അശുദ്ധാത്മാവിലാണ് നമ്മുടെ ശരീരത്തിന്റെ മേൽ രോഗം ഇരിക്കുന്നത്, അല്ലെങ്കിൽ രോഗാത്മാവ് ഇരിക്കുന്നത്. നസ്രേനായിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ജയമെടുക്കാമെങ്കിൽ സകല രോഗവും നിന്നെ വിട്ടു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ചില 1-2 വർഷത്തിനകത്ത് വരെ നമുക്കറിയാം, തോട്ടം അപ്പുറത്ത്, പള്ളിയുടെ അപ്പുറത്ത് ഒരു കുഞ്ഞുകുട്ടി, ഞാൻ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഒരു കുഞ്ഞുകുട്ടിയെ കൊണ്ടുവരികയാണ്. 4 വയസ്സ് വരും. കൊണ്ടുവരുന്ന വെച്ചാൽ കുഞ്ഞിന് 2 ചെവിയും കേൾക്കത്തില്ല. നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ട്, സാക്ഷി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. 2 ചെവിയും കേൾക്കത്തില്ല. ആ വീട്ടിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് നിൽക്കുമ്പോൾ തന്നെ ആ വീട്ടിൽ പിശാചിളകി ഇങ്ങനെ ഓടുകയാണ്. അപ്പോൾ കണ്ടുകൊണ്ട് നിന്നതായ ഒരു മാതാവും പിതാവുമാണ് ഈ കുഞ്ഞിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. ഞാൻ ആ കുഞ്ഞിന്റെ 2 ചെവിയിൽ, ഹല്ലേലൂയ, 2 വിരൽ വെച്ചു. ആ ശക്തി എനിക്ക് തന്നെ അന്ന് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മൾ ഈ ചെറിയ ഇലക്ട്രിക് പവറിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞ ഒരു ഷോക്ക് അടിക്കരുത്, അതുപോലുള്ളൊരു ഇലക്ട്രിക് പവർ. ഞാൻ പറഞ്ഞു, രാവിലെ ഈ കുഞ്ഞ് ഉറക്കമഴിഞ്ഞതിന് ശേഷം ഈ കുഞ്ഞിനോടുകൂടെ നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കണം. ഹല്ലേലൂയ. കർത്താവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ കുഞ്ഞിന് സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. രാവിലെ ഉറങ്ങിക്കിടന്ന കുഞ്ഞ് മൊബൈലിന്റെ റിങ് കേട്ടെണീച്ചു. മൊബൈൽ എടുത്ത് അമ്മേനെ കൊണ്ട് കൊടുത്തു, പറയുന്നു മൊബൈൽ അടിക്കുന്നു. ഹല്ലേലൂയ. അവർ സംസാരിച്ചപ്പോൾ കുഞ്ഞ് തിരിച്ച് സംസാരിക്കുവാൻ തുടങ്ങി. ആമേൻ. അത്ഭുതത്തിന്റെ വിടുതൽ. ഊമനും ചെകിടനുമായിരിക്കുന്ന ദുരാത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ സൗഖ്യമുള്ളവനായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേക വ്യക്തികൾ ഇന്നും സാക്ഷ്യം പറയാതെ രഹസ്യ രോഗങ്ങൾ സൗഖ്യമായിട്ട് ഇവിടെയും ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. അനേക വ്യക്തികൾ ദൈവത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചിട്ട് ഇന്ന് എന്നോട് രഹസ്യമായി ഫോണിൽ വിളിച്ചു പറയും, അച്ചു, അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് നല്ല സൗഖ്യമായി അച്ചു, ഇന്ന രോഗം സൗഖ്യമായി അച്ചു. ഹല്ലേലൂയ. ഞാൻ പല സൗഖ്യങ്ങളും ഞാൻ ഇവിടെ പറയാറില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പറയും, മഹത്വം നിങ്ങൾ കർത്താവിന് കൊടുക്കുക. ആമേൻ. വീണ്ടും നിങ്ങൾ ആ നാശത്തിലേക്ക് പോകാതിരിക്കുവാൻ നിങ്ങൾ കർത്താവിനെ ആരാധിക്കുക. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നമ്മെ ബലഹീനപ്പെടുത്തുന്ന രോഗം ഏതാകട്ടെ, പൈശാചികൻ നിന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുവാൻ നിന്റെ ശരീരത്തിന്റെ മേൽ വച്ചിരിക്കുന്ന ശൂലമാകുന്നു. ഹല്ലേലൂയ. ആ ശൂലം നിന്റെ മേൽ നിന്ന് എടുത്തു മാറണമെങ്കിൽ അഭിഷേകത്തിന്റെ ശക്തി എന്റെ മേൽ വരണം. അവിശ്വാസത്തിന്റെ ബന്ധനം എന്റെ ഉള്ളിൽ നിന്ന് മാറണം. അപ്പോൾ അവൻ വച്ചിരിക്കുന്ന ശൂലം എന്റെ മേൽ നിന്ന് എടുത്തു മാറ്റും. അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനായി തീരും. അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനായി തീരും. ആമേൻ. 23-ാം വാക്യത്തിൽ യേശു അവനോട്, നിന്നാൽ കഴിയും എങ്കിൽ എന്നോട് വിശ്വസിക്കുന്നവൻ സകലവും കഴിയും എന്ന് പറഞ്ഞു. ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ വിശ്വാസത്തിന് ആമേൻ നീ സഹായിക്കണമേ എന്ന് പറഞ്ഞു. ആമേൻ. ഏറെ പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു, ഊമനും ചെകിടനുമായ ആത്മാവ് ഇവനെ വിട്ടു പോ. അവൻ ഇനി അവന്റെ മേൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആ ഭാഗത്തിൽ ഈ കുഞ്ഞിന്റെ അപ്പൻ അവിശ്വസിച്ചു. ഇവന് സൗഖ്യം കിട്ടുമോ ഇല്ലയോ എന്ന് അവിശ്വസിച്ചു.
നമ്മൾ ഇപ്പോഴിരിക്കുന്ന ഈ കഷ്ടതയിൽ നിന്ന് വിടുതൽ കിട്ടുമോ എന്ന് ആമേൻ നമ്മൾ അവിശ്വസിച്ചു. ഹല്ലേലൂയ. ഇന്നലെ ഈ ആരാധന കഴിയുമ്പോൾ എന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വേദനയുണ്ടാക്കുന്ന ഒരു കാര്യം ആമേൻ എന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. ഇന്നലെ രാത്രി മുതൽ ഞാൻ പ്രാർത്ഥനയിലാണ്. യേശുവേ, ഇന്ന് ആരാധന തുടങ്ങുന്നതിന് മുൻപ് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് 3-4 ഈ മാസം അവസാനം കഴിയുമ്പോഴത്തേക്ക് അതെന്താണ് എന്ന് ഞാൻ നിങ്ങളോട് പറയും. ഹല്ലേലൂയ. അതിന്റെ പൂർത്തീകരണത്തിലെത്തിയിട്ടില്ല, പക്ഷേ മനസ്സിന് ആശ്വാസം തരുന്നതായ കാര്യം ഹല്ലേലൂയ ഇന്ന് 4 മണിക്ക് മുൻപായി അറിയുവാൻ കഴിഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. അവന്റെ അപ്പൻ അവിശ്വസിച്ചു, ഇവനാൽ സൗഖ്യം അവൻ നൽകുവാൻ പറ്റുമോ? കർത്താവ് പറഞ്ഞു, നിനക്ക് അവിശ്വാസമുണ്ട് എങ്കിൽ ഇത് സംഭവിക്കുകയില്ല. അവന്റെ അപ്പൻ നിലവിളിച്ചു കരയുന്നു, അല്ലയോ കർത്താവേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. അപ്പന്റെ നിലവിളി, ആ ഉള്ളത്തിൽ നിന്ന് വന്ന നിലവിളി അവൻ വിശ്വാസയോഗ്യമായതുകൊണ്ട് അവന് ഇതാ സൗഖ്യം യേശു കർത്താവ് കൊടുക്കുന്നു. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ സൗഖ്യം ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. പക്ഷേ സൗഖ്യം സ്വീകരിക്കുവാൻ കഴിയാത്തത് ഞാനും നിങ്ങളും അവിശ്വാസത്തോടുകൂടെ ഇരിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പണ്ട് എന്റെ ചെറുപ്പകാലത്ത് ഈ സഭകളിൽ ഞാൻ ചെല്ലാറുണ്ട്. ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ പെന്തേക്കോസ് സഭ. പെന്തേക്കോസ് സഭ ആരാധിക്കുന്നതിനും മറ്റുള്ള സഭകൾ ആരാധിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആരാധനയുടെ ശൈലിക്ക് വ്യത്യാസമുണ്ട്. ആമേൻ. മുട്ടുകുത്തി ഇരുന്നിട്ട് അവർ തുള്ളി കൈയടിച്ച് ആരാധിക്കും. അപ്പോൾ ഞാനിങ്ങനെ നോക്കി, ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിരിക്കും. ആമേൻ. ഇവർക്കൊക്കെ ഭ്രാന്തായ, മനസ്സുകൊണ്ട് പറയുന്നതാണ്, ഇവർക്കൊക്കെ ഭ്രാന്തായ. ചിലർ കൈയടിച്ച് ആരാധിക്കും. ഇങ്ങനെ ഓട്ട പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ ഒരു പാസ്റ്റർ ഇവിടെ വന്നു. പുള്ളിക്കാരന്റെ പള്ളിയിലാണ് ഞാൻ ആദ്യം പോകുമ്പോൾ ഇതൊക്കെ പറയുന്നത്. പുള്ളിക്കാരൻ കൈയടിക്കാൻ നിന്ന് ചെവിക്കകത്തുകൂടി ആപ്പടിച്ച് കേട്ട് പോലെ തോന്നും. അമ്മേ, ഞാൻ കൈയടിക്കുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ട്, ഇയാൾക്ക് എന്തോ സംഭവിച്ചു, ഇത്രയും കിടന്നൊന്നും ആരാധിക്കേണ്ടത് കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് എത്തുമ്പോഴാണ് ഇതിന്റെ മഹത്വം മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ. ആരാധിക്കുമ്പോഴേ കൈയടി എത്ര ഉച്ചത്തിലടിച്ചാലും മതി വരില്ല. ഹല്ലേലൂയ. എത്ര ഉച്ചത്തിലടിച്ചാലും മതി വരില്ല. അതിന്റെ ക്ഷീണവും ശരീരത്തിന് തോന്നില്ല. 2, കർത്താവിന്റെ ആത്മാവിൽ ആരാധിച്ചു തുടങ്ങുമ്പോൾ ഞാൻ പരിസരത്തെ ഒന്നങ്ങ് മറക്കും. ആര്? കർത്താവിൽ ആരാധിക്കുന്ന മക്കൾ എന്ത് ചെയ്യും? പരിസരത്തിൽ അങ്ങ് മറക്കും. മറന്നതിനു ശേഷം അങ്ങ് ആമേൻ തുള്ളി അടിച്ചങ്ങ് ആരാധിക്കുവാൻ തുടങ്ങും. എന്തുകൊണ്ട്? ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തി എന്റെ മേൽ വരുമ്പോൾ എനിക്കുണ്ടാവുന്ന സന്തോഷമാണത്. ആമേൻ. ആ സന്തോഷത്തിൽ ഞാൻ കരങ്ങളെ അടിച്ചാരാധിക്കുമ്പോൾ ആമേൻ ദൈവ ആത്മാവിന്റെയും ദൈവ ഭയമില്ലാത്തവനും ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആരാധനയുടെ നടുവിലും ആർ പ്രവേശിച്ചിരിക്കുന്നു? പിശാച് പ്രവേശിച്ചിരിക്കുന്നു. എന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിൽ നീ ഒരു ഭവനത്തിൽ കയറി ചെല്ലുമ്പോൾ ആമേൻ നീ അവന് എന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും നീ എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് പറയുന്നു, നിന്റെ ഭവനത്തിലെ കഷ്ടതകളും വേദനകളും പൈശാചിക ശക്തികളും മാറണമെങ്കിൽ 29-ാം വാക്യം, പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒന്നും പുറപ്പെട്ടു പോകുകയില്ല എന്ന് അവൻ പറഞ്ഞു. ആര്? യേശു പറഞ്ഞു. പ്രാർത്ഥനയാൽ അല്ലാതെ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടത ഒന്നും വിട്ടുമാറുകയില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക, വിശ്വാസത്തിൽ ദൈവവചനത്തിന് അടിസ്ഥാനമായി പ്രാർത്ഥിക്കുക. ആമേൻ. 35-ാം വാക്യത്തിൽ പറയുന്നു, അവൻ ഇരുന്നു പന്തിരുവരെ വിളിച്ചു, ഒരുവൻ മുമ്പനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനാകണമെന്ന് പറഞ്ഞു. ഒരു ശിശുവിനെ എടുത്ത് അവരുടെ നടുവിൽ നിർത്തി അണച്ചുകൊണ്ട് അവരോട്, ഇങ്ങനെയുള്ള ശിശുക്കളിൽ
ഒന്നിനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെയല്ല, എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞു. ഒരുവൻ മുൻപിലാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ദാസനാകണം. പണ്ടത്തെ കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസം നമുക്കറിയാം. ആശാന്റെ അടുക്കൽ ചെന്നാൽ എന്ത് ചെയ്യണം? വിറകു തൊട്ട് സകല പണികളും ചെയ്യണം. ഇന്നത്തെ കാലത്ത് നേരെ തിരിച്ചാണ്. പൈസ ഉണ്ട് എങ്കിൽ എന്ത് കിട്ടും? ഗുരുവിന്റെ വീട്ടിൽ നേരെ ഡയറക്റ്റ് ആയിട്ട് പോയി എല്ലാം പഠിക്കാം. ഗുരുകുല വിദ്യാഭ്യാസം വേണ്ട. ആമേൻ. അതുപോലെയാണ് ഇന്നത്തെ ഓരോ ജനങ്ങളും. ദൈവസന്നിധിയിൽ താഴുവാൻ അവന് മനസ്സില്ല, ദാസനായി തീരുവാൻ മനസ്സില്ല. അവൻ ഒരു ശുശ്രൂഷകനായി മാറ്റപ്പെടണം. ആമേൻ. നിങ്ങളിപ്പോ ചിന്തിക്കും, ഞാൻ പ്രസംഗിച്ചാൽ മതിയെന്ന് വിചാരിക്കില്ലേ? ഒരു ദൈവാലയത്തിൽ എല്ലാ ശുശ്രൂഷയും അറിഞ്ഞതിന് ശേഷം മാത്രമേ ഒരുവൻ ശുശ്രൂഷകനാക്കുകയുള്ളൂ. ആമേൻ. പല ശുശ്രൂഷകന്മാരുടെ പള്ളിയിൽ മണിയടിക്കാൻ പറഞ്ഞ എത്ര പേരടിക്കും? പണ്ട് കൊട്ടുപടി വെച്ചാണ്. കൊട്ടുപടിയാകട്ടെ തൂക്കുമണിയാകട്ടെ, എത്ര പേരടിക്കും? പള്ളിയിൽ കപ്പ്യാരില്ല എങ്കിൽ പള്ളിയിലെ പണി എത്ര പേര് ചെയ്യും? തൂക്കും. ഒരു ശുശ്രൂഷ ചെയ്യേണ്ട ജോലിയാണ് പള്ളിയിൽ. ആമേൻ. അമുറ്റം പറിക്കുവാനും തൂക്കുവാനും എല്ലാം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ശുശ്രൂഷകനായിരുന്നാൽ മാത്രമേ ശുശ്രൂഷയിലേക്ക് വരുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. നീ ശുശ്രൂഷകനാകാതെ ഇരുന്നാൽ നിനക്ക് ശുശ്രൂഷയിലെത്തുവാൻ പറ്റില്ല. നീ നിന്നെ തന്നെ താഴ്ത്തിയില്ല എങ്കിൽ നിനക്ക് ഉന്നതങ്ങളിൽ എത്തുവാൻ പറ്റില്ല. വിശുദ്ധ വേദപുസ്തകത്തിനകത്തൊരു കാര്യം, നീ ഒരു സ്ഥലത്ത് പോകുമ്പോൾ, കല്യാണ സദ്യക്ക് നീ പോകുമ്പോൾ എന്ത് ചെയ്യണം? ഏറ്റവും പുറകിലിരിക്കണം. നമ്മളൊരു സദസ്സിൽ ചെന്നാൽ എന്ത് ചെയ്യണം? മുമ്പിൽ പേരിക്കും പുറകിലിരിക്കും. മുമ്പിൽ പേരിക്കും അല്ലേ? മുമ്പിൽ പേരിക്കും. നമ്മളെക്കാൾ ശ്രേഷ്ഠനായി വരുമ്പോ ഇവിടെ സോനു ഫ്രണ്ട് ഇരിക്കുകയാണ്. നമ്മളെക്കാൾ ശ്രേഷ്ഠനായി, സോനുവിനേക്കാൾ ശ്രേഷ്ഠനായി ഒരാൾ വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഞാൻ വന്ന് പറയും, സോനു നീ അടിച്ച് പുറകിൽ പോ, അയാൾ ഇവിടെ ഇരിക്കട്ടെ. ഇതിലാര് അപമാനം ഏൽക്കേണ്ടി വരും? സോനു അപമാനം ഏൽക്കേണ്ടി വരും. ഹല്ലേലൂയ. ഇന്ന് മനുഷ്യ സമൂഹത്തിൽ നമുക്ക് എല്ലാ പേർക്കും ഉള്ളതായ ഒരു പ്രവണതയാണത്. ആമേൻ. എവിടെയും മുൻപിൽ നിൽക്കണമെന്ന് ആമേൻ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കും. നീ മുൻപനാകുവാൻ ആഗ്രഹിച്ചാൽ ആദ്യം പിൻപിലിരിക്കണം. രണ്ടാമത് മുൻപിലിരിക്കേണ്ട വ്യക്തിയാണ് സോനു. ആമേൻ. പുറകിൽ വന്നിരിക്കുകയാണ്. പുറകിൽ വന്നിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? വിളിച്ച് പുറകിൽ നിന്ന് മുൻപിൽ കൊണ്ടിരുത്തുമ്പോൾ ഇവിടെ ഇരിക്കുന്ന സകലരിലും ആര് ശ്രേഷ്ഠനായി തീരും? ഈ വ്യക്തി ശ്രേഷ്ഠനായി തീരും. ഇതാണ് ആമേൻ മനുഷ്യരായിരിക്കുന്ന നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും. ഞാനൊന്നുമല്ല പിതാവേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ നീ എന്നെ സഹായിക്കണമേ എന്ന ദാസനായിരുന്നാൽ നിനക്ക് ആ ദേശത്തിൽ ശുശ്രൂഷകനായി മാറുവാൻ പറ്റും. നീ പിൻപനായിരുന്നാൽ പിൻപിൽ നിൽക്കുന്ന നിന്നെ വീട്ടുടയവൻ വന്ന് മുൻപിൽ കൊണ്ടുവരുമ്പോൾ ആ സദസ്സിൽ നീ ഉന്നതനായി നീ മാറ്റപ്പെടും. ഹല്ലേലൂയ. ആമേൻ. അതിന്റെ 31-ാം വാക്യത്തിൽ, നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ എന്നീ നാമത്തിൽ ആരെങ്കിലും ഒരു പാനപാത്രം വെള്ളം നിങ്ങൾക്ക് കുടിപ്പാൻ തന്നാൽ അവന് പ്രതിഫലം കിട്ടിയിരിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എങ്കിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നവന്റെ കഴുത്തിൽ വലിയൊരു തിരുകല്ല് കെട്ടി അവനെ കടലിൽ ഇടുകയാണ് അവന് ഏറെ നല്ലത്. നിന്റെ കൈ നിനക്ക് ആമേൻ. ആ ഭാഗത്ത് പറയും, നിന്റെ നാമത്തിൽ ആർക്കെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം നീ കൊടുക്കുന്നു എങ്കിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. ദൈവനാമത്തിൽ ഞാൻ നിങ്ങളുടെ ഭവനത്തിലെല്ലാം വരുമ്പോൾ അടിപൊളി ആഹാരങ്ങളാണ് തരുന്നത്. ആമേൻ. ഞാനിപ്പോൾ ഇവിടെ ഉപവാസമുണ്ട്. ആമേൻ. ചോദിച്ച് ആൾക്കാർ വെള്ളം കൊണ്ടുതരും. വെള്ളം വേണോ, ചായ വേണോ, പാല് വേണോ, ആമേൻ കൊണ്ടുതരും. ഇന്ന് രാവിലെ ഞാൻ ഉറക്കം എണീക്കുന്നത് തന്നെ നമ്മുടെ സഭയിലൊന്നും വരാത്ത ഒരാളാണ്. ഒരു അക്രൈസ്തയായ ഒരു അമ്മയാണ്. രാവിലെ വരുന്നു. ആമേൻ. 6:30 മണി 7 മണിയാവും വന്നു. ആമേൻ. ഒരു ഗ്ലാസ് പാലും കൊണ്ടുവരുന്നു. ആമേൻ.
അച്ഛൻ ഇത്രയും ദിവസമായിട്ട് ക്ഷീണിച്ചു പോകും, അച്ഛൻ ഇത് ചായ ഇട്ട് കുടിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ദൈവനാമത്തിൽ അമ്മ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിച്ചു പോകുന്ന കാര്യം അവർക്ക് സക്സസ്ഫുള്ളായി. വൈകുന്നേരത്ത് കുറച്ച് പൂ കൊണ്ടുവന്നു ആമേൻ കുരിശടിയിലിടാൻ. ഹല്ലേലൂയ. ഞാനിത് എന്തുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ദൈവനാമത്തിൽ നമ്മൾ എന്തു കൊടുത്തിരുന്നാലും ശരി, അതിൽ നിന്നും ഒരിക്കലും നശിച്ചു പോകുകയില്ല. നിന്റെ നാമത്തിൽ, എന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങളുടെ ഭവനത്തിൽ വരുന്നുവോ, അവന് ഒരു ഗ്ലാസ് വെള്ളം നീ കൊടുത്താലും നീ എന്ത് ചെയ്യുകയില്ല, നശിച്ചു പോകുകയില്ല. പക്ഷേ നമ്മൾ കൊടുത്തിട്ട് എന്ത് ചെയ്യും? വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കും ചിലര്. ആമേ. അതാണ് പറയുന്നത്, ഇടം കൈ കൊടുക്കുന്നത് വലം കൈ അറിയരുത്. ആമേ. സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവ് മാത്രം നീ നൽകുന്നതിന് എന്ത് ചെയ്താൽ മതി? അറിഞ്ഞാൽ മതി. നീ നൽകുന്നതില് അവൻ ഇരട്ടിയായി പ്രതിഫലം അവൻ നിനക്ക് തന്നുകൊണ്ടേയിരിക്കും. അതിന്റെ അടുത്ത ഭാഗത്ത് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ പറയുന്നത്, നിന്റെ കൈ നിനക്ക് ഇടർച്ചയായാൽ നിന്റെ കൈയെ നീ വെട്ടിയെറിഞ്ഞു കളയണം. നിന്റെ കാൽ നിനക്ക് സ്വർഗത്തിൽ പോകുവാൻ ഇടർച്ചയായ കാലിനെ വെട്ടിയെറിഞ്ഞു കളയണം. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ചയായാൽ നിന്റെ കണ്ണിനെ നീ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയണം. നിന്റെ ശരീരം നിനക്ക് ഇടർച്ചയായ നിന്റെ ശരീരത്തെ നീ നശിപ്പിച്ചു കളയണം. ആമേൻ. നീ ഇതെല്ലാം വച്ചിട്ട് നിത്യ നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒരു കൈയില്ലാതെ സ്വർഗത്തിൽ പോകുന്നത് നല്ലത്. ഒരു കാലില്ലാതെ സ്വർഗത്തിൽ പോകുന്നത് നല്ലത്. ഒരു കണ്ണില്ലാതെ നീ സ്വർഗത്തിൽ സ്വർഗത്തിൽ പോകുന്നത് നല്ലത്. നിന്റെ ശരീരത്തെ നഷ്ടപ്പെടുത്തിയിട്ട് നീ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിത്യാത്മാവിനെ നേടി സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവിന്റെ കരങ്ങളിലേക്ക് പോകണം. ആമേൻ. ചില ദിവസത്തിന് മുൻപ് ഞാൻ ഇതിങ്ങനെ പ്രസംഗിക്കുമ്പോൾ യൂട്യൂബിൽ കണ്ടു. ആമേൻ. ഒരു വ്യക്തി ഇറച്ചിവെട്ടിക്കടയിൽ കയറിപ്പോയി. കുറെ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് ആ ഇറച്ചി വെട്ടുന്ന കൈയെടുത്ത് ഇടത്തെ കൈ ആ കുറ്റിയിൽ വെച്ച് ഇവിടെ വെച്ച് അങ്ങ് വെട്ടിക്കളഞ്ഞു. ഹല്ലേലൂയ. കണ്ടോണ്ട് നിന്നവർ പേടിച്ചോടുമ്പോഴാണ് അവൻ അടുത്ത കൈ കൊണ്ടുവച്ചിട്ട് പറയുന്നത്, ഈ കൈ ആരെങ്കിലും കൂടി വെട്ടിത്താന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലപ്പോഴും ഇടർച്ചകൾ വരുമ്പോഴും സർവശക്തനായിരിക്കുന്ന ക്രിസ്തുവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, കർത്താവേ, എന്റെ ജീവിതത്തിൽ നിന്ന് ഇടർച്ചകളെ മാറ്റി എന്നെ നീ ബലപ്പെടുത്തണമേ. ആമേൻ. അതാണ് ഏറ്റവും അവസാന ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു, ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തിനാൽ അതിനെ രസം വരുത്തും. നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരുമായി ഇരിപ്പിൻ. ഹല്ലേലൂയ. നമ്മളെല്ലാവരും മനുഷ്യരാണ്. പരസ്പരം സ്നേഹിക്കാതെയോ പരസ്പരം സംരക്ഷിക്കാതെയോ ഇരുന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. നിങ്ങളുടെ ഇടയിൽ തന്നെ ഉപ്പിന്റെ അനുഭവം കാരമുള്ളവരും കാരമില്ലാത്തവരുമുണ്ട്. അന്യോന്യം നിങ്ങൾ നിർമ്മലതായി ഇരിപ്പിൻ. ഹല്ലേലൂയ. നമ്മെ തന്നെ യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായിരിക്കുന്ന യേശുവേ സ്തോത്രം. ഇന്ന് കേൾപ്പിച്ച തിരുവചനത്തിനായി നന്ദി അപ്പാ. അടിയനെ നീ ശക്തീകരിക്കണമേ, അടിയനെ നീ ബലപ്പെടുത്തണമേ. ഇന്ന് കേൾപ്പിച്ച തിരുവചനം എന്റെ ഉള്ളങ്ങളിൽ രൂപാന്തരം ഉണ്ടാക്കുന്നതാകട്ടപ്പാ. പിതാവേ, എന്റെ ജീവിതത്തിൽ സ്വർഗരാജ്യത്തിന് തുല്യമായി ജീവിപ്പാൻ നീ അടിയനെ സഹായിക്കണമേ. ഞാൻ എന്ന ഭാവം മാറ്റണമേ. ദാസനാകുവാൻ എന്നെ നീ സഹായിക്കണമേ. ശക്തിയും രാജ്യവും നീ എനിക്ക് തരണമേ അപ്പാ. പിതാവേ, ആർക്കും ഞാൻ ഇടർച്ച വരുത്താതെ ജീവിപ്പാൻ, സമാധാനമുണ്ടാക്കുന്നവരായിരിക്കാൻ നീ എന്നെ സഹായിക്കണമേ. ശേഷിച്ച നിമിഷവും തിരു സാന്നിധ്യം കൂടെ ഇരിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോഴൊരു പാട്ട് പാടും, അപ്പോൾ സ്തോത്ര കാഴ്ച സ്വീകരിക്കും. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും
യേശുവിൻ്റെ ചാരേ പിരിയാൻ കഴിയില്ലെനിക്ക്. പ്രിയനേ എന്നേശുനാഥ, പിരിയാൻ കഴിയില്ലെനിക്ക്. പ്രിയനേ എന്നേശുനാഥ, സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങയല്ലാതെ വേറൊന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. വേറൊന്നിനാലും ഞാൻ തൃപ്തയാവില്ല, എൻ്റെ ദാഹം നിന്നിൽ തന്നെയാൻ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദിയും. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. നൽകപ്പെട്ടതായ കാണിക്കകളെ നേർച്ചകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായിരിക്കുന്ന നല്ല യേശുവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രമപ്പ. നേർച്ചയായി സമർപ്പിച്ചിരിക്കുന്ന ശ്രേയസ് ഹരീഷ് എന്ന മക്കളെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കട്ടെ. പിതാവേ, ഈ ദിനങ്ങളിൽ എളിയ മക്കൾ ഉപവാസത്തോടുകൂടെ ആയിരിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനാ വിഷയത്തിന്റെ മേൽ നീ ഒരു അനുഗ്രഹത്തെ നീ നൽകുന്നതിനായി സ്തോത്രം. സ്നേഹപിതാവേ, കാണിക്കകളായി സമർപ്പിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് നീ ആശീർവദിക്കണമേ. പിതാവേ, പേരുകൾ നൽകി പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്ന മക്കളെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കട്ടെ. CS ജയകുമാർ, ബിജു, രാഹി, അഭിരാമി, രതീഷ്, ധന്യ, ശ്രേയ, സരോജിനി, അമ്പിളി, വിഷ്ണു, മഞ്ജു, ഉണ്ണി, അനിത, ജാൻസി, ആൻസി, ജാൻസി, സോനു, ഷീബ, അതുൽ ഡേവിഡ്, സജിത, സന്ധ്യ, സത്യനേശൻ, രാജപ്പൻ, ഷിനു, ലീലാമ്മ, അനശ്വര, അശോകൻ, അഭിജിത്ത്, അനിത, ചന്ദ്രിക, കുക്കു, ശാന്തി, ബിന്ദു, നിത്യ, സുജിത്, ആനി, ജോസ്, ഡേവിഡ്, ജോസ്, സോജ, സുനില, സുജാസ്, സജിത, ഷിജു, ശോഭന, ബാബു, സബിത, റാണി, ഇന്ദു, അനിൽ കുമാർ, അജിക്കുട്ടൻ, അഭിലാഷ്, ഗോപകുമാർ, ഓമന, ദിനു, ഡേവിഡ്, ഗ്രീഷ്മ, ജയരാജ്, മോനിക്കുട്ടൻ, മിഥുൻ രാജ്, ജോയിസ്, സുജ, ജ്യോത്സ്ന, മൗനിച്ചൻ, ശ്രീലത, സുധർമ്മ, റയാൻ, സാജു, വർഗീസ്, സന്തോഷ്, ഇന്ദ്രജ, സാന്ദ്രത, ആരതി, ലക്ഷ്മി, രാഹുൽ, ചോമോൾ, ഷിനി, ശരൺ, ഉണ്ണി, സബിൻ, ജോർജ് എന്ന മക്കളെയും തിരുക്കരങ്ങളിൽ സമർപ്പിക്കാം. പരിശുദ്ധനായിരിക്കുന്ന നല്ല യേശുവേ, പേരുകൾ വായിക്കപ്പെട്ട മക്കളുടെ മേൽ അഭിഷേകത്തിന്റെ ശക്തി അയച്ചു വിടുവിക്കട്ടെ. രോഗികളായിരിക്കുന്ന അതിലിനെ സമർപ്പിക്കുന്നു അപ്പാ, എന്റെ സൗഖ്യമായിക്കട്ടെ. സരോജിനി അമ്മച്ചിക്ക് സൗഖ്യമാകട്ടെ. രാജപ്പൻ എന്ന പിതാവിന് നീ സൗഖ്യമയക്കുന്നതിനായി സ്തോത്രം. ഈ രാത്രിയിലും പിതാവെ നിന്നെ സ്തുതിച്ചു മഹത്വപ്പെടുത്തുവാൻ നീ തന്ന വലിയ കൃപകൾക്കായി നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സ്വർഗസ്ഥനായിരിക്കുന്ന ഞങ്ങളുടെ നല്ല യേശുവേ,
ഇന്ന് കേൾപ്പിച്ച തിരുവചനത്തിനായി സ്തോത്രം അപ്പ. സമാധാനത്തോടുകൂടെ ഞങ്ങളെ ഭവനത്തിലേക്ക് അയക്കണം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആശീർവാദം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും രക്ഷയും നമ്മുടെ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോ മനസ്സലി ഉടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. മനസ്സലി ഉടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. പ്രാർത്ഥനയ്ക്കായിട്ടുള്ളവർക്ക് വരാം, പ്രാർത്ഥിക്കാം.